എടുക്കണല്ലോ അത്. വണ്ടി ഓടിക്കുമായിരിക്കോ? ഇതൊരു കഷ്ടം. എന്താണ് എന്താണ് ഒന്നുമില്ല. ദേഹത്തൊന്ന് മുട്ടുന്ന അല്ലല്ല, ഞാനതങ്ങനെ ഒരാള് വരുന്നുണ്ട്, അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അങ്ങനെ നോക്കിയപ്പോ തിരിഞ്ഞത്. ഇതൊരു കഷ്ടം, വല്ലാത്ത വള്ളി തന്നെ. അയ്യേ ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണ്. എന്തായാലും താൻ വന്നല്ലോ, സന്തോഷം. ഞാൻ ആക്ച്വലി വിചാരിച്ച ആ വളവില്ലേ നേരത്തെ, അതായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയത്. നേർവഴി ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ കേശു. ചുമ്മാ തമാശ പറഞ്ഞത്. താൻ ഹെൽമെറ്റ് ഒക്കെ ഊര്. ഞങ്ങള് ആദ്യ തവണ വന്നപ്പോ ഞങ്ങൾക്ക് വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. എന്തായാലും താൻ വന്നേല് ഒരുപാട് സന്തോഷം കേട്ടാ. ആ കേശു കൊറേ പറഞ്ഞത് നിർബന്ധിച്ചല്ലേ, അതാരണം ഒന്ന് വന്നിട്ട് പോകാന്ന് വിചാരിച്ചതാ. എന്തായാലും ഞാൻ പോവാ. അവിടെ പോണു? തിരിച്ചു പോണു വീട്ടിലേക്ക്. എന്തായാലും പറയണേ, 2 മണിക്കൂർന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞിട്ട് വിളിച്ചപ്പോ 5 മിനിറ്റ് തികച്ചായിട്ടില്ലല്ലോ. ഞാൻ കേശു നിർബന്ധിച്ചപ്പോ ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അതിനാണോ ഇത്രയും ദൂരം പെട്രോളും കത്തിച്ചു വന്നത്? എന്നാ ഞാൻ പോണു. മച്ചാനെ, ഇത് താൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. മച്ചാനാ? ഫ്രണ്ട്സ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിളിക്കും. താൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. വീട്ടിലേക്കോ? വീട്ടിലിപ്പോ ആരുണ്ട്? ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, കുർബാന്തേട്ടൻ പുള്ളിക്കാരന്റെ വൈഫ്, പിന്നെ അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി എന്തോ സാധനം മേടിക്കാൻ വേണ്ടി കട വരെ പോയി. ശിവാനി തിരിച്ചു പോയി കേട്ടോ. നീ അല്ലേ പറഞ്ഞേ ശിവാനിക്ക് നിന്നെ കണ്ടെന്തോ ഹാപ്പി ആവത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. അവിടെ കൊണ്ട് തിരിച്ചു പോയി. പിന്നെ ആരുണ്ട്? പാറുണ്ട്, കനകാന്റി ഉണ്ട്. ഞാൻ ഇല്ല, ഞാൻ വന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ എന്തിനാ ഇഷ്ടപ്പെടാത്ത? നിനക്ക് അറിയാത്തോണ്ടാണ്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷവും. സത്യം പറഞ്ഞാലേ ഇതൊക്കെ പരിചയപ്പെടേണ്ടവരാണ്. അത് വിട് നീ. അല്ല, വേറെ ദിവസമാവും. എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്റെ വണ്ടിയുടെ ഇത് ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ട് ഞാൻ വന്നേ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. എന്ത് കാര്യം? തനിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? ദേഷ്യമൊക്കെ മാറി, പക്ഷെ വേറെ മാറ്റമൊന്നുമില്ല. ഈ വേറെ മാറ്റമൊന്നുമില്ല എന്ന് ഉദ്ദേശിച്ചത് അല്ല, ഈ എന്നോട് പഴയ ഉണ്ടായിരുന്ന സ്നേഹം തിരിച്ചു വന്നില്ലെന്നാണോ? അത് തന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ അത് കുഴപ്പമില്ല, സമയമുണ്ടല്ലോ, അത് പതുക്കെ തിരിച്ചു വന്നോളൂ. അതങ്ങനെ തിരിച്ചു വരുമൊന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അല്ല, അപ്പം അങ്ങനല്ല, പണിയുണ്ട്. എന്നാലും താൻ പതുക്കെ സാവധാന സമയം എടുത്ത് ഓടാനിരിക്കട്ടെ. കാലല്ല. എന്താണ് എന്താണ് ഇവിടെ എന്താ പരിപാടി? ഇവിടെ നമ്മള് രണ്ടുപേരും സംസാരിച്ചിരിക്കണേട്ടാ. ഇവിടെ നടക്കില്ല. എവിടുന്ന് വരിക? ഇവിടെ കാസർഗോഡ്, ഞാൻ തിരുവനന്തപുരം. ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നേട്ടാ. മോനെ, ഇത് എറണാകുളം. ഇവിടെയൊന്നും നടക്കില്ല കേട്ടാ. എന്തൊരു കഷ്ടമാണ്. കാസർഗോഡുള്ള ഒരാൾക്കും തിരുവനന്തപുരം ഉള്ള ഒരാൾക്കും കൂടെ എറണാകുളത്ത് നിന്ന് സംസാരിക്കാൻ പറ്റൂലേ? മോനെ, അധികം വർത്താനൊന്നും വേണ്ട, സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാൻ പോണ്. നീ എവിടെ പോണ്? നിനക്ക് ഭ്രാന്താണേ. അവിടെ നില്ലേ എന്നാ, ഇതെന്റെ ഒരു ഫ്രണ്ടാണ്. നമ്മള് കുറച്ചവരോട് ഒന്ന് സംസാരിക്കും. അയാൾക്ക് എന്തൊക്കെയാ പറയണ്ട. അത് കഴിഞ്ഞ് അയാൾ പോകും, അത് കഴിഞ്ഞ് ഞാൻ പോകും. അതിന് മുമ്പ് അണ്ണൻ പോകാൻ നോക്കിച്ചാൽ. മോനെ, ഞാൻ എവിടെ പോകാൻ? ഇതെന്റെ വഴി. ഈ സ്ഥലം ഇച്ചിരി മോശമായിട്ടാ. അയ്യോ, ആദ്യമായിട്ടാണ് കേട്ടാ സ്വന്തം സ്ഥലം മോശമാണെന്ന് ഒരാളെ ഞാൻ കാണണം. സന്തോഷമുണ്ട്. എന്തിനു പറഞ്ഞ അണ്ണന്റെ വഴിയാ പറയണ്ടായിരുന്നോ മനുഷ്യത്? ആദ്യേ നല്ലെന്ന് പറയും. പേരെന്താണ്? ധർമ്മൻ. അച്ഛന്റെ പേര്? സഹദേവൻ. സിമ്പിൾ അല്ലേ? സഹദേവൻ റോഡെന്ന് പറഞ്ഞൊരു ബോർഡ് കുത്തിയായി കണ്ട പ്രശ്നം വല്ലതും ഉണ്ടാ? ഞാൻ നൈസായിട്ട് തന്തയ്ക്ക് വിളിക്കല്ലേ. സ്ഥലം കാലിയാക്കാൻ നോക്കിപ്പോ. ഞാൻ ഇപ്പൊ തന്തയ്ക്ക് വിളിച്ചാ? അണ്ണാ, അറിഞ്ഞോണ്ടല്ല, സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ല. ഞാൻ വിചാരിച്ചു ചിലപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടന്റെ റോഡാണെന്ന്. പാസ്റ്റില് ചേട്ടന്റെ അച്ഛൻ വല്ലതും വഴി വെട്ടി അങ്ങനെ ടാറിട്ട് ബ്ലോക്ക് ഇട്ട് റോഡാക്കിയതാണോ അറിയാതെ ചോദിച്ചു പോയതേട്ടാ. സോറി. നീ ഇവിടെ എവിടെ വന്നേടാ? കൃപാന്തേട്ടന്റെ വീട്ടില്. ഏത് കൃപാന്തേ? ഇവിടുന്ന് ആ വളവിന്റെ അവിടെ 3ാമത്തെ വീട്. ഓ, ആ രാവും പകലൊന്നില്ലാതെ ഇവിടെ കറങ്ങി നടക്കുന്ന ടീം അല്ലേ? എവിടുന്നോ പ്രേമിച്ച് ഇവിടെ ഒളിച്ചോടി വന്ന് വാടകയ്ക്ക് വെക്കുന്നവര്. അറിയാം, കാണട്ടാ. വേണ്ട, ആവശ്യമില്ലട്ടാ. കേസം തോന്നിക്കൊണ്ട് എങ്ങോട്ടോ പോണ്? ഓരോ വള്ളി കേസുകൾ കണ്ട. ഇതാണ് നേരത്തെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങനെ എന്റെ അടുത്തൊന്ന് കൊരുത്തിട്ടാണ് പോയത്. ശരി, ഓൾറെഡി ഒരു പ്രാവശ്യം സംസാരം കഴിഞ്ഞ്. എന്റെ പൊന്നു മറന്നെ, സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കായിരുന്നു, വള്ളികൾ ഇങ്ങനെ വന്ന് കയറുകയാണ്. എന്തിനാണെങ്കിൽ ഞാൻ പോന്നു. എവിടെ പോണ്? വീട്ടിൽ പോന്നെന്ന്. നിനക്ക് ഇത് തന്നെയാണോ പറയാ? വാ ഇങ്ങോട്ട്, വീട്ടിലോട്ട് വാ, വന്നിട്ട് പോവാ. ഞാനില്ല, വേറെ ദിവസം വരാം. വേറെ ദിവസം വരാന്ന് പറഞ്ഞു. വേറെ എന്നത്തെ ദിവസം? എല്ലാ തവണയും വിളിക്കുമ്പോ വരും 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 എന്നിട്ട് അങ്ങ് പോകും.
2 മണിക്കൂർ പറഞ്ഞതാ, 5 മിനിറ്റ് കഴിഞ്ഞില്ല. ഇത്ര നേരം നിന്നില്ലേ? എത്ര നേരം നിന്നു? അത് മൊത്തം ആ അണ്ണൻ കൊണ്ടുപോയില്ലേ? ആ വേറെ ദിവസം വരാം. എന്തായാലും എനിക്ക് പോയിട്ട് പണിയുണ്ട്, അതുകൊണ്ടാ. പോവാണേ. പോലെ പോലെ വിടുന്ന് പോലെ പോലെ. അയ്യോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.